ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ആൻഡ് പ്ലസ് ബാങ്ക് നിഫ്റ്റിയുടെ രണ്ടിൻ്റെ ഇൻട്രാഡേ ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, ഇതൊക്കെ എല്ലാം ഞാൻ വരച്ച് വെച്ചേക്കുന്ന ചാർട്ടെല്ലാം ഇത് ഇപ്പോൾ ചാർട്ടും ലെവൽസും ഓവറോൾ എല്ലാം ഇന്നലെ ഞാൻ പ്രൊവൈഡ് ചെയ്ത വീഡിയോ അത് കറക്റ്റായിട്ട് കാണണം. എന്നിട്ടാണ് നമുക്ക് എക്സാക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ലെവൽസ് എങ്ങനെയാണ് എൻ്റെ ലെവൽസ് എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ലെവൽസ് വ്യക്തമായിട്ട് ശരിക്കും അത് നമ്മൾ ഫുൾ വീഡിയോ ആൻഡ് ഫുൾ ലെവൽസ് എക്സാക്റ്റ് മാർക്ക് ചെയ്ത് വെക്കണം നമ്മുടെ ചാർട്ടിൽ, എന്നിട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ചാർട്ട് ഫുള്ള് ഞാൻ കുറേ ദിവസമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ബിയറിഷ് ഫ്ലാഗ് ആണ് ഓവറോൾ. പിന്നെ അത് ചാനലിലേക്ക് മാറി. ഓക്കെ, ചാനലിലേക്ക് മാറിയിട്ട് അതിൻ്റെ ബ്രേക്ക് ഔട്ട് ഇന്നലെ കിട്ടി. ദെൻ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ, ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഞാൻ ചാർട്ടിൽ ഇന്നലെ കൊടുത്തായിരുന്നു. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ എന്താ കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഫർദർ മൂവ് കിട്ടാൻ പോകുന്നത്. സോ ഇന്നൊരു ചെറിയ ഗ്യാപ്പ് അപ്പ്, ദെൻ വീണ്ടും താഴേക്ക് വന്നു റീട്രേസ്മെൻറ്റ്, ഇവിടുന്ന് വീണ്ടും അവർ പൊക്കി പ്രൈസ്. ആൻഡ് ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത ലെവലാണ് 24,730 to 740. അത് തന്നെ ഇന്നത്തെ ഹൈ ആണ്. അതിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി തവണ ഇന്ന് മാർക്കറ്റ് കുറേ ഇവിടെ ട്രൈ ചെയ്തു ഇത് ബ്രേക്ക് ചെയ്യാൻ, ബട്ട് നടന്നില്ല. അതെന്ന് വെച്ചാൽ നല്ല റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരുന്നു. ഓക്കെ, സോ അത് ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ശരിക്കും നല്ല ഒരു ട്രേഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം, എന്നിട്ടേ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഇതൊക്കെ ലെവൽസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്ത ലെവലാണ്. ഇത് 24,630. ഇന്ന് വീണ്ടും മാർക്കറ്റ് ആ ഏരിയ സോൺ, ആ ഫുൾ സോണിൽ വന്നു. ഇതിൻ്റെ ട്രയാങ്കിളുടെ റീടെസ്റ്റ് പോലെ ചെയ്തു എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് വീണ്ടും പ്രൈസ് അവർ മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, പിന്നെ ക്ലോസിങ് വന്നേക്കണേ ഇന്ന് നിയർ ആ ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. ബട്ട് ചെറിയൊരു വീക്ക്നെസ് ആണ്. 24,670 ആ ഒരു ഏരിയയിലാണ്. ഐ തിങ്ക് നാളെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്തുവേണം പറയാം. മാർക്കറ്റ് ചിലപ്പോൾ ഓപ്പൺ ആവാം. വലിയ മൂവ് ഒന്നും കാണുന്നില്ല. ബട്ട് ഈ ഒരു സോണിലാണെങ്കിൽ വീണ്ടും ഇവിടെ സപ്പോർട്ട് വരും. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,630 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ താഴേക്ക് മൂവ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ച് ബുള്ളിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ രണ്ട് ഇൻട്രാഡേ പർപ്പസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ രണ്ട് ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് ബ്രേക്ക് ഔട്ട് അറിയാലോ, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ പിന്നെ 24,730 അബവ് ആണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇതിൻ്റെ അബവ് മാർക്കറ്റ് നാളെ നിഫ്റ്റി പോവുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ കിട്ടുന്നത് 24,800 ആ ഒരു റേഞ്ചാണ്. ഓക്കെ, അത് നമുക്ക് റെഡായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം 24,800. സോ അവിടെ വരെ പോകാനുള്ള ചാൻസസ് ആണ്. അതൊക്കെ ഫുൾ സെല്ലിംഗ് സോണാണ് നിഫ്റ്റിയുടെ. മനസ്സിലായോ? നിഫ്റ്റിയുടെ ഓവറോൾ ഗ്യാപ്പ് ഫില്ലായി. ഈ ഒരു ഗ്യാപ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഫില്ല് ചെയ്യണമെന്നാണ്. ഓരോ ഗ്യാപ്പ് ഫില്ലായി. ഇവിടെ വരെ ഞാൻ നിഫ്റ്റി കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ശരിക്കും നിഫ്റ്റി താഴേക്ക് വരേണ്ടതാണ്. നെക്സ്റ്റ് ലെഗ് നിഫ്റ്റിയുടെ താഴേക്ക് വരേണ്ടതാണ് ഇവിടുന്ന്. ബട്ട് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആയതുകൊണ്ട് ചിലപ്പോൾ നിഫ്റ്റി പറയാൻ പറ്റത്തില്ല. വീണ്ടും ഇവർ ഇതിൻ്റെ അബവ് വീണ്ടും ഇവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ടല്ലോ, അത് 24,950 അവിടെ വരെ കൊണ്ടുപോകാൻ ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ ബട്ട് ഓൺലി ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ. കാരണം നിഫ്റ്റിയിൽ ശരിക്കും എന്നെ റെഗുലർ ഫോളോ ചെയ്യുന്ന ആളുകൾ അവർ കറക്റ്റായിട്ട് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മറ്റേ ഹിൻഡൻബർഗിൻ്റെ ന്യൂസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെയല്ല. നമ്മുടെ മാർക്കറ്റിൽ ഇനി ഒരു ബൗൺസ് ഒരു മുകളിലേക്ക് അപ്പ് മൂവ് കിടക്കുന്നുണ്ട്. അത് ഈ ഒരു സോൺ ബ്രേക്ക് ആയാൽ മാത്രമേ 23,800 മാത്രമേ ബിഗ് ഫോൾ ചെയ്യാവൂ. അല്ലെങ്കിൽ ആ ഫോൾ ഒന്നും വരത്തില്ല. ഫസ്റ്റ് ബൗൺസ് വന്നിട്ട് പിന്നെ ഇവിടുന്ന് റിജക്ഷൻ, ഈ ഒരു റെഡ് ലൈൻസ് ഉണ്ടോ 750 to 800 വരെ, അവിടെ പോയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ ഫർദർ ഫോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യും. ബട്ട് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, നിഫ്റ്റി ശരിക്കും റെസിസ്റ്റൻസ് സോണാണ്, സെല്ലിംഗ് സോൺ എന്ന് പറയാം. ഓക്കെ, ഇത് ഫുൾ നിഫ്റ്റിയുടെ ഇപ്പോൾ സെല്ലിംഗ് സോണാണ്. 730 to 800 ഫുൾ സെല്ലിംഗ് സോണാണ്. ഇൻട്രാഡേയിൽ നമുക്ക് ഈസിലി പ്ലേ ചെയ്യാം. ബട്ട് 23,800 അബവ് സസ്റ്റെയിൻ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതിനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് ആണ്. ഓക്കെ, അതൊക്കെ എല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ശരിക്കും ട്രേഡ് ചെയ്യാൻ. കാരണം രണ്ട് ടൈപ്സ് ഇൻഡെക്സ് ആണ്. രണ്ട് രീതിക്ക് ബാങ്കിങ് സെക്ടർ മുകളിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നിഫ്റ്റി കയറി പോകും. നിഫ്റ്റി ബാങ്കിന് താഴേക്ക് വലിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് പോകും. മനസ്സിലായോ? അങ്ങനെയാണ് ശരിക്കും നമ്മൾ ലോജിക് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട് ഓവറോൾ. ഇനി സപ്പോർട്ട്, ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് ബൈ ചാൻസ് നെഗറ്റീവ് ഓപ്പണിംഗ് വല്ല ആണെങ്കിൽ 24,470 ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അതങ്ങനെ ഗ്രീൻ ലൈനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരും 24,730.
30. എൻ്റെ ലെവൽസൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസ് എല്ലാം ചുമ്മാ തമാശ അല്ല, എല്ലാത്തിനും ഒരു ലോജിക് ഉണ്ടാവും. ലോജിക് ഇല്ലാണ്ട് ഞാൻ ലെവൽ ഷെയർ ചെയ്യാറില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് എന്നെ റെഗുലർ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇതൊക്കെ ഉണ്ടോ ഇവിടെ റെസിസ്റ്റൻസ്, അതാണ് ഞാൻ ഈ ലെവൽ പ്രൊവൈഡ് ചെയ്ത്. ഇത് റെസിസ്റ്റൻസ് താഴേക്ക്, പിന്നെ വീണ്ടും ഇവിടുന്ന് ഒരു ഫ്രഷ് ബൈങ് ഒരു ജനറേറ്റ് ആയി. അതാണ് ആ ഒരു സോൺ. 440 to 470 വരെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതൊക്കെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ബിലോ ഞാൻ കാണുന്നില്ല. ഇതിൻ്റെ ബിലോ പോയാൽ ദെൻ ഫ്രഷ് സെല്ലിംഗ് വരും. അത് എവിടെ വരെ വരാൻ ചാൻസസ്? ഇത് 22,330 വരെ ആ സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇത് ഇവിടെ വരെ ആ സെല്ലിംഗ് വരും. എപ്പോഴാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ? ഫസ്റ്റ് 24,470, ഓക്കെ 475 ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴത്തെ ലെവൽ 24,430. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെൻ താഴേക്ക് ഈ ലെവലിലേക്ക് പോകും. ഓക്കെ, അത്ര ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിക്ക് പോകാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ പോകുന്ന മുന്നേ എല്ലാവരും കൂടി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്സ് ചെയ്യണ വീഡിയോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് ലെവൽസ് നന്നായിട്ട് മനസ്സിലാക്കി തരാറുണ്ട്. ഞാൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇതിനകത്ത്. സോ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോസ്. ഞാനിപ്പോൾ ബാങ്ക് നിഫ്റ്റി അനലൈസിസ് തുടങ്ങിയിട്ടുണ്ട്. പതിയെ ഇൻ ഫ്യൂച്ചർ ഞാൻ ഫിൻ നിഫ്റ്റിയുടെയും അനലൈസിസ്, ഫിൻ നിഫ്റ്റിയുടെ ലെവൽസ് കൂടി തരാൻ തുടങ്ങും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അടിപൊളി മൂവ്, സൂപ്പർ മൂവായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി മൂവായിരുന്നു ബാങ്ക് നിഫ്റ്റി, സൂപ്പർ മൂവായിരുന്നു. ആരെയും ഗ്രാബ് ചെയ്തോ എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ പിടിച്ചോ ഇല്ല എന്ന് എനിക്കറിയില്ല. ബട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവ്. ബട്ട് ഞാൻ പറഞ്ഞ ലെവൽസൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി കിടക്കുന്നുണ്ട്, ബട്ട് നമുക്ക് ഇനി നോക്കാം എന്തായിരിക്കും. ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു 15 മിനിറ്റ്സ് ചാർട്ടിൽ, ഞാൻ ലാസ്റ്റ് ഇന്നലത്തെ വീഡിയോ തന്നെ പോയി നോക്കുവാണെങ്കിൽ ഈ ഒരു പീനിയൻ പാറ്റേൺ പോലെ അതിൻ്റെ ബ്രേക്ക് ഔട്ട് പോയിന്റിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലോസിങ് ആയത്. ഓക്കെ, സോ ഇന്ന് എന്തായി മാർക്കറ്റ് ചെറിയൊരു ഓപ്പണിംഗ് റീടെസ്റ്റ്, വീണ്ടും പ്രൈസ് ബ്രേക്ക് ഔട്ട് ടക്ക് 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 കണ്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ലെവൽ എന്തായിരുന്നു? 50,800 ആയിരുന്നു എൻ്റെ ലെവൽ. അവിടെ നിന്ന് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് വരെ വരും 50,800. അത് എന്തിൻ്റെ ബ്രേക്ക് ഔട്ട്? സെക്കൻഡ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ, ഇത് ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ് ആൻഡ് റൈറ്റ് ഷോൾഡർ, അതെൻ്റെ ആണ്. അത് ഒരു അടിപൊളി ഒരു ബ്രേക്ക് ഔട്ട് വന്നു. നിങ്ങൾ ക്യാപ്ചർ ചെയ്യണമെന്ന് അറിയില്ല. ഇതേ വന്നു 50,800. ദെൻ പോയത് എത്ര? 51,020-25 വരെ ഇന്ന് ഹൈ അടിച്ചേക്കാനാണ്. ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് എടുക്കേണ്ടതായിരുന്നു. റീസൺ എന്താണെന്ന് അറിയാമോ? ആക്ച്വലി എന്തായിരുന്നു നമ്മുടെ ഇത്ര വലിയ റാലി തുടങ്ങി. ഓക്കെ, കാരണം ഡയറക്റ്റ്ലി ഇവിടുന്ന് കാലത്തെ ഓപ്പണിങ്ങിൽ തന്നെ ഒരു ചെറിയ ഡിപ്പ്, ദെൻ അവിടുന്ന് ഫ്രഷ് ബൈങ് വന്നു നേരെ എത്ര പോയിൻറ്റ്സ് മാർക്കറ്റ് ഇവിടുന്ന് കയറി. ഓക്കെ, സോ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് കൂടി തന്നു അവർ. സെക്കൻഡ് ബ്രേക്ക് തന്നിട്ടും പിന്നെ അവിടുന്ന് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയില്ല. കാരണം ഇത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി, ഇത്ര വലിയൊരു റാലി നമുക്ക് കിട്ടിയില്ലേ. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ആയില്ല. ബട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്, മനസ്സിലായോ? ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതൊരു റീടെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി താഴേക്ക് കൊണ്ടുവരികയാണോ എന്താണ് നമുക്കത് നോക്കണം. എന്നിട്ടേ ബാക്കി എല്ലാം കാര്യങ്ങളും ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇനി അവിടുന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ബട്ട് ഇഷ്യൂ അല്ല. ട്രെയിലിംഗ് എസ് എൽ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ശരിക്കും അത് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി കാണും. ട്രെയിലിംഗ് എസ് എൽ നമ്മളിപ്പോൾ ഒരു റാലി പിടിക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിലിംഗ് എസ് എൽ യൂസ് ചെയ്യണം, അതാണ് മസ്റ്റ്. ഞാൻ ശരിക്കും ഇന്നൊരു ലെവൽ എനിക്ക് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു 50,910 ആയിരുന്നു ഇന്നത്തെ ലെവൽ. ഞാനത് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ട്രേഡ് കൂടി കിട്ടാനായിരുന്നു. റീസൺ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ 5 മിനിറ്റ്സ് ചാർട്ടിൽ പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇന്ന് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ആക്ച്വലി അത് പോയി. യെസ്, ഇത് കണ്ടോ, ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ് ആൻഡ് വീണ്ടും ഒരു ഷോൾഡർ കണ്ടോ, കാണുന്നുണ്ടല്ലോ. ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ് ആൻഡ് അഗെയിൻ ഒരു ഷോൾഡർ. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് 50,910. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടി. ബ്രേക്ക് ഡൗൺ കിട്ടി, ബ്രേക്ക് ചെയ്തു, വീണ്ടും മുകളിലേക്ക് പോക്കി. ഒരു ജസ്റ്റ് ഒന്ന് പോയിട്ട് പിന്നെ ഫുൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. അത് മൊത്തം പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ലെവലിൽ തന്നെ നമ്മൾ ഇത് ബ്രേക്ക് ആയപ്പോൾ തന്നെ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ വീഡിയോസ് നിങ്ങൾ പോയി കാണുന്നത് കേട്ടോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഞാൻ പ്രൈസ് ആക്ഷൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അത് കണ്ടാണ് ശരിക്കും നമുക്കത് എക്സെപ്റ്റ് ചെയ്ത് മാറേണ്ടതാണ്. ഇവിടുന്ന് 50,910 ആ ലെവൽ ഉണ്ടോ. ഇവർ ബ്രേക്ക് ചെയ്തു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് ഒരു റീട്രേസ്മെൻറ്റ് എടുത്തു, ഒരു ബൗൺസ് വന്നു, ദെൻ
സഡൻ നല്ലൊരു ഫോൾ. അതാണ് നമ്മുടെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം. അത്രേ ഉള്ളൂ. അത് നമ്മൾ ലൈവ് മാർക്കറ്റിലൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് വെക്കണം. ഈ ഹെഡ് ആൻഡ് ഷോൾഡറൊക്കെ ഈസിൽ നമുക്ക് പിടിക്കാൻ പറ്റും. ഹെഡ് ആൻഡ് ഷോൾഡറൊക്കെ ഇത് നല്ലൊരു 5 മിനിറ്റ്സിലാണ് ഫോം ആയത്. 1 മിനിറ്റ് അല്ല, 5 മിനിറ്റ്സ് ഫോം ആയത്. ദാറ്റ് മീൻസ് അത്ര വലിയ ബുക്കിംഗ് വരാൻ പോകും. അത്ര വലിയ ബുക്കിംഗ് മീൻസ് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് വരാൻ പോകും. 15 മിനിറ്റ്സിൽ ആണെങ്കിൽ അത്ര വലിയൊരു ബുക്കിംഗ് ഓർ അത്ര വലിയൊരു ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടാൻ പോവാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ഇത്ര നമ്മളിത് കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പറയാനുള്ളത്, ബാങ്ക് നിഫ്റ്റി ഇനി ശരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ബൈങ് സോൺ നാളെ ഓപ്പണിംഗ് നോക്കണം. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെൻ ബൈങ് ഇവിടുന്ന് വരേണ്ടതാണ് 50,500 ഓർ 430, 440. ഈ രണ്ട് സോൺ സപ്പോർട്ട് സോണാണ് രണ്ടും. ഞാൻ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. വീഡിയോ 3 ലോങ് ആകും, അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇവിടുന്ന് ഒരു ബൈങ് വരേണ്ടതാണ്. ഗ്യാപ്പ് ഡൗൺ ടു ഫ്ലാറ്റ് എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ഇവിടുന്ന് ബൗൺസ് വരേണ്ടതാണ്. നമ്മുടെ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് ഇനി ഏതാ? ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത്, സെക്കൻഡ് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ, തേർഡ് ബ്രേക്ക് ഔട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. തേർഡ് ബ്രേക്ക് ഔട്ട് നമ്മുടെ മുകളിൽ നിന്ന് വരുന്നുണ്ട് ട്രെൻഡ് ലൈൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടുന്ന് ബൈങ് ജനറേറ്റ് വരികയാണെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ മാറേണ്ടത് ഇവിടുന്ന് 50,910 to 915 ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത് ഈ ലെവൽ കണ്ടോ? ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയ ലെവൽ സെല്ലിംഗ് ആയതാണ് 910. ആ ലെവൽ തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ലെവൽ. അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. സോ അതിൻ്റെ അബവ് നിഫ്റ്റി സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ദെൻ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഫുള്ളായിരിക്കും. അത് 51,200 വരെ ക്ലിയർ നമുക്ക് കിട്ടും. അവിടെ വരുമ്പോൾ ട്രെയിലിംഗ് എസ് എൽ നിങ്ങൾ വെക്കണമെന്ന് റാലി പിടിച്ചാലേ ട്രെയിലിംഗ് എസ് എൽ വെക്കണം കേട്ടോ. ട്രെയിലിംഗ് എസ് എൽ മറക്കരുത്. കാരണം ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇൻഡെക്സിലായാലും സ്റ്റോക്കിലായാലും ട്രെയിലിംഗ് എസ് കീപ്പ് ചെയ്യണം. ഓക്കെ, സോ യെസ്, ഇത് കണ്ടോ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ഇവിടുന്ന്. 1 ടാപ്പ് ഇവിടെ 1, 2, തേർഡ് ടാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഓക്കെ, ഇനി എന്താ സംഭവം? നമ്മുടെ ഈ 51,200 സസ്റ്റെയിൻ ആയാൽ, ബ്രേക്ക് ആയാൽ, ഇതിൻ്റെ അബവ് ഒന്ന് സസ്റ്റെയിൻ പ്രൈസ്, ദെൻ നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടും. ഓവറോൾ ടാർഗറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട് 52,000 ആൻഡ് 52,300 വരെ. ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ആണ്. ബട്ട് അത് ഇൻട്രാഡേയിൽ പോസിബിൾ ആണോ എന്ന് പറയാൻ പറ്റില്ല. നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നാളെ അത് പറ്റൂല്ല എന്ന്. ബട്ട് ഇത് വരാൻ ചാൻസസ് ആണ്. ബാങ്ക് നിഫ്റ്റി ആയിരിക്കും നിഫ്റ്റിനെ കൊണ്ടുവന്നത്. നിഫ്റ്റിനേക്കാളും ബെറ്റർ ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ 3 വീഡിയോസ്, തേർഡ് വീഡിയോ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തേർഡ് വീഡിയോസ് റെഗുലർ പ്രൈസ് ആക്ഷൻ ബേസിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ്. ഷോർട്ട് നിങ്ങൾ ചെയ്യാം, ഇല്ല എന്ന് പറഞ്ഞില്ല. ബട്ട് ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഔട്ടാണ്, പിന്നെ അപ്പ് മൂവ് ഇനി വരാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം, ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഇന്നും വരച്ച് വെക്കണം കേട്ടോ. യെസ്, കറക്റ്റ് അവിടെയാണ് ഇന്ന് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഞാനത് ഇപ്പോഴാണ് കാണുന്നുള്ളൂ ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, സോ അതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത്, കറക്റ്റ് ആ സപ്പോർട്ട് സോണിലാണ് ക്ലോസ് ആയത്. സോ നാളത്തെ ഓപ്പണിംഗ് കൂടി ഒന്ന് നോക്കണം എങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടുന്ന് ബൈങ് വരുവാണെങ്കിൽ വി ക്യാൻ പ്ലേ ദ ബൗൺസ്. ഓക്കെ, പിന്നെ 51,200 to 50 അബവ് സസ്റ്റെയിൻ ആയാൽ സൂപ്പർ ആയിരിക്കും. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നല്ല ഒരു മൂവ്. മാർക്കറ്റിൽ എല്ലാവരും ബിയറിഷ് ആയിരുന്നു, ബാങ്ക് നിഫ്റ്റി അതൊക്കെ എല്ലാവരും ബിയറിഷ്. ബട്ട് ഞാൻ സാറ്റർഡേ ഐ തിങ്ക് തേർഡ് വീഡിയോ ആണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാനത് ചെയ്യാറില്ല. സോ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഞാനാണ് ഐ തിങ്ക് ഫസ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞത്. ദാറ്റ് മീൻസ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ബൈങ് സോണിൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് തരാൻ പോവുകയാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 2-3 ബ്രേക്ക് ഔട്ട്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. Okay, so please like and subscribe the video for more analysis. ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.